വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ ആറ്റുനോറ്റിൽ നിന്ന് ഞങ്ങളൊരു ഡെസേർട്ട് സഫാരിക്ക് പോയി. ഞാൻ യു.എയിൽ വന്നിട്ട് ഒരു 4 കൊല്ലമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിലെ അഡ്വർടൈസ്മെൻറ്റും വീഡിയോസൊക്കെ കണ്ട് ത്രില്ലടിച്ചിട്ടാണ് ഞാൻ പോയത്. ഞങ്ങളൊരു ലോ ബഡ്ജറ്റ് ട്രാവൽ പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് ഡെസേർട്ട് വരെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെടുത്തോളും. അങ്ങനെയുള്ള ഒരു പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 25 ദർഹമാണ് ഈച്ച് പേഴ്സണ് വന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കോമൺ ഐറ്റിനറിയിൽ ഇട്ടിട്ടുണ്ടായിരിക്കുക. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് എക്സ്ട്രാ ടൈം നമ്മൾ എടുക്കേണ്ടി വരും. അതിൽ ഒന്നാണ് ഡൂൺ ബാഷിങ്ങും ക്യാമൽ റൈഡിങ്ങും ഒക്കെ. പിന്നെ ക്വാഡ് ബൈക്ക്, അത് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഡെസേർട്ട് സഫാരിയിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലാൻഡ് ക്രൂയിസറിലുള്ള ഡൂൺ ബാഷിങ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ മലകളുടെ മേലെ കൂടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോകുമ്പോൾ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. അതെല്ലാവരും എക്സ്ട്രാ ടൈം എടുത്തിട്ട് ചെയ്യണത് തന്നെയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതുപോലെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ലാൻഡ് ക്രൂയിസർ തന്നെ ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. അതിന് ഇത്ര എമൗണ്ട് വരുന്നില്ല. 20 മിനിറ്റ്സ് എക്സ്ട്രാ റൈഡും കിട്ടും. നമ്മളാദ്യം അലോക്കേറ്റ് ചെയ്തിട്ടുള്ള പാർക്കിംഗ് സ്പോട്ടിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവരിതേപോലെ ലാൻഡ് ക്രൂയിസറിൽ നമ്മളെ എടുത്തിട്ട് ഒരു ഏറ്റവും ഹൈറ്റുള്ള ഒരു മണൽമലയുടെ മേലെ കൊണ്ട് നിർത്തും. നമുക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. സൺസെറ്റ് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. നമുക്ക് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്യാമ്പിൻ്റെ അടുത്തായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ കുറേ പിക്സ് എടുക്കും. നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് പൈസ കൊടുത്ത് വാങ്ങിക്കാം. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് തന്നെ നമ്മൾ പിക്സ് ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ടിരിക്കുക. ക്യാമ്പ് കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ അവർ റേറ്റ് കുറച്ച് 10 ദിർഹത്തിനും 20 ദിർഹത്തിനൊക്കെ തരും. അല്ലെങ്കിൽ 50-70 ഒക്കെയാണ് അവർ പറയുന്ന ചാർജ്. നമ്മൾ ഈ മലയുടെ മേലെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അവർ വന്നിട്ട് എടുത്തിട്ട് പോകും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 20 മിനിറ്റ്സ് റൈഡ് കൂടി ഉണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കയറ്റവും ഇറക്കവും, കുത്തനുള്ള കയറ്റം, ചെരിഞ്ഞുള്ള പോക്ക്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അതിനുള്ളിലിരിക്കുമ്പോൾ ഫുള്ളി സ്പ്രിങ്ങും ഇരിക്കണ പോലെയായിരുന്നു. ചാടിയായിരുന്നു ഇരിക്കുക. ഞങ്ങൾ ഒരു കാറ് തന്നെയായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ബാക്കിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പരിപ്പിളകുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് ബാക്ക് സീറ്റിൽ ആരും ഇരുന്നില്ല. ഫ്രണ്ടിലും സെൻറ്ററിലായിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. ഇങ്ങനെ മരുഭൂമിയിലൂടെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നത് ഫിലിമിലും വീഡിയോസിലും മാത്രം കണ്ടിട്ടുള്ള ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നടുവേദനയുള്ള ഓരോന്നത്തിൽ കയറാൻ നിൽക്കണ്ട, നല്ല പണി കിട്ടും. ഭൂമിയിൽ ഇങ്ങനെ കുറച്ച് ദൂരം ഞങ്ങൾ അവിടേക്കൊന്ന് കറങ്ങിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യിച്ചു. പിന്നെ നമ്മുടെ ക്യാമ്പിൻ്റെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അവിടെ സ്ക്വാഡ് ബൈക്ക്, ക്യാമൽ റൈഡിങ്, സാൻഡ് ബോർഡിങ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്വാഡ് ബൈക്കിൻ്റെ ഏരിയ. ഇവരൊരു ഏരിയ തിരിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ 20 മിനിറ്റ്സ് റൈഡ് ചെയ്യാം. അത്യാവശ്യം നല്ല പാടാണ് ഈ ബൈക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാമൽ റൈഡ് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറച്ച് ദൂരം ക്യാമൽസിനെ ഇങ്ങനെ കൊണ്ട് നിർത്തുമായിരുന്നു. ഒരാൾക്ക് 20 ദിർഹം വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മരുഭൂമി, മഴ, നമ്മുടെ ഫാമിലി, അങ്ങനെയായിരുന്നു. ചെറിയ മഴയൊക്കെ ഞങ്ങൾ പോയത്. പിന്നെ ഇതാണ് ക്യാമ്പ് ഏരിയ. പിന്നെ നമുക്ക് ഫ്രീ ഹെൻ ഉണ്ടായിരുന്നു. ഇത്ര പിന്നെ ഈ വരുന്നത് കുറച്ച് കരകൗശല വേണമെന്നുണ്ടെങ്കിൽ ടീയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു
സ്റ്റാർട്ട് ചെയ്യും. ഇത് തനൂറ് ഡാൻസാണ്. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ LED തനൂറ് ഡാൻസ് ആയിരിക്കും. ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഇരുട്ടത്ത് ലൈവ് എൻ്റർടൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കോമൺ ആണ്. അതുപോലെ സാൻഡ് ബോർഡിങ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. കാരണം 4 ബോർഡും ഉണ്ട്, ഒരു 10-15 ആൾക്കാരും ഉണ്ടാവും. പിന്നെ ഒരു ജനിയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും മിക്കവാറും അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് മറന്നൊക്കെ വീണ് മൊത്തം തലയിലും മേലും എല്ലാം നിറച്ച് മണ്ണാവുന്ന കാരണം കൊണ്ട് ഞങ്ങൾ സാൻഡ് ബോർഡിങ് ഒന്നും ചെയ്തില്ല. ഈ LED തന്നൂറ് ഡാൻസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഫുഡിൻ്റെ എല്ലായിരുന്നു നോക്കിയിട്ട് ഫുഡ്. അത് കഴിഞ്ഞിട്ട് ഫയർ ഷോ തുടങ്ങി. ഫയർ ഷോയും നല്ല അടിപൊളിയായിരുന്നു. ഫയർ ഷോ കഴിഞ്ഞപ്പോൾ ബെല്ലി ഡാൻസ് ആയിട്ട് ഫയർ ഷോയും ബെല്ലി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ ബെല്ലി ഡാൻസിൻ്റെ.